മാമംഗലം ബോയ്സ്. എടപ്പള്ളി ബോയ്സ്. എടപ്പള്ളി ബോയ്സ്. എഴുതാനും വായിക്കാനും അറിയാത്തോണ്ടേ സ്പെല്ലിംഗ് എങ്ങനെയുണ്ട് കുളി? എങ്ങനെയുണ്ട് എല്ലാവരുടെയും? അടിപൊളി കുളി. ഐസ് ബാത്ത് കുളി എങ്ങനെയുണ്ടാവും ചപ്പി? കയ്യിലും കാലിലും വയറിലും സകല എടുത്ത് അട്ട കയറി നിരങ്ങിയിട്ടുണ്ട്. അപ്പൊ അട്ടേനെ കൊല്ലലായിരുന്നു നമ്മുടെ ആദ്യത്തെ പണി. ഈ കൂരാക്കൂരിട്ടില് ബാഗും സാധനങ്ങളൊക്കെ ആയി കാടിന്റെ ഉള്ളിൽ കൂടി തെന്നി വീണും തപ്പിത്തടഞ്ഞൊക്കെ റൂമിലെത്തി. നേരെ ചൊവ്വേ നടക്കാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ എടുത്ത് ബാഗിൽ വെച്ചായിരുന്നു ഞാൻ. ഏതായാലും ഞങ്ങൾ വന്ന വഴി നാളെ പകൽ വെളിച്ചത്തിൽ കാണിച്ചു തരാം. ഈ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെയാണ്, അതും അല്ലെങ്കിൽ മഴയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ എന്ത് ദുരിതമായെന്നറിയോ. 20-25 മിനിറ്റ് എടുത്താണ് ഞങ്ങൾ നടന്നെത്തിയത്. അതിൽ തന്നെ ബിനുവും ബീച്ചണ്ണും കുറേ പേര് വീഴുകയും ചെയ്തു. സത്യം പറഞ്ഞാൽ വളരെ മോശം പരിപാടിയാണ് ഈ റിസോർട്ടുകാർ നമ്മളോട് കാണിച്ചത്. എന്തായാലും എല്ലാവരും പോയി ഡ്രസ്സൊക്കെ ഇട്ട് ഫ്രഷായി ചിക്കൻ മസാലയൊക്കെ പുരട്ടി അത് ഗ്രില്ലടിക്കാനുള്ള പരിപാടിയാണ്. നമ്മുടെ ചിക്കൻ ഫ്ലോപ്പായിട്ടോ. ആദ്യം തീ കൂടി, പിന്നെ പുറം മാത്രം വെന്ത് കരിഞ്ഞ് ഉള്ളൊന്നും വേവാതെയായി. അങ്ങനെ ഒരുമാതിരി വായിൽ വെക്കാൻ പറ്റാത്ത ടേസ്റ്റ്. അവസാനം ചിക്കൻ ഫ്രൈ ആക്കാൻ വേണ്ടി മാത്രം കിച്ചണൊന്ന് ചോദിച്ചു, പക്ഷെ അതും ഫ്ലോപ്പായി. എന്താണെന്നറിയില്ല, കടയിൽ നിന്ന് വാങ്ങിയ മസാലയായിരുന്നു. മസാലയുടെ പേസ്റ്റ് ആണോ മസാല ഇട്ടതിൻ്റെ കുഴപ്പമാണോ ഒന്നും അറിയില്ല. അങ്ങനെ ഞങ്ങൾ രാത്രി അടിച്ചു പൊളിച്ച് കുറേ വൈകിയാണല്ലോ, 1:30-2 മണിയൊക്കെ ആയപ്പോഴാണ് എല്ലാവരും കിടന്നത്. എന്തായാലും നമുക്ക് രാവിലെ കാണാം. ഈ കിളികളുടെ കരച്ചിലിന് പുറമെ കൂട്ടുകാരുടെ കലവില കേട്ടിട്ടാണ് എണീറ്റ്. നമ്മളപ്പോൾ ഒരു മോർണിംഗ് വാക്ക് എടുത്താനുള്ള പ്ലാനാണ്. ഉപ്പ് കിഴിയൊക്കെ എടുത്തിട്ടാണ് പോണത്. കാരണം എന്തോരം അട്ടയാണെന്ന് അറിയൂടാ. എന്നാ ചമ്മയോടാ പ്രാവനെ ചൂണ്ടാകുന്നതാണോ? അപ്പോൾ അനന്ത്, വിജീഷ്, അരു ഒഴികെ ബാക്കി എല്ലാവരും മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട്. കാരണം ഇവർ ആരും എണീറ്റിട്ടില്ല. ഒരു ചെറിയ അരുവി ഒഴുകുന്നുണ്ട് ഇതുവഴി. ഈ അരുവി കടന്ന് വേണം പോവാൻ. കാലൊക്കെ ഫ്രീസറിൽ വെച്ച പോലത്തെ തണുപ്പാണോ. ആരും ഇറങ്ങണില്ലെന്നേ, അവിടെ ചുറ്റിപ്പറ്റി നിൽക്കണേണ്, വെറുതെ സമയം കളയണേ. ആനന്ദൊക്കെ കട്ട പോസ്റ്റാണ് നമുക്ക് തന്നെ. വീണ്ടും അട്ട പണി തുടങ്ങിയിട്ടുണ്ട്. എല്ലാവരും ചെരുപ്പിൻ്റെ ഇടയിൽ 2 എണ്ണം വെച്ചൊക്കെ കയറിയിട്ടുണ്ട്. ശരിക്കും ഈ അട്ട നടപ്പിൻ്റെ രസങ്ങളായി. അങ്ങനെ പോസ്റ്റ് മുതലാളിമാരെത്തി. നല്ല തണുപ്പുണ്ട് ഇപ്പോൾ ശരിക്കും. അങ്ങനെ ഞങ്ങൾ നടക്കണേണ്. ആ പ്രദേശത്ത് തോട്ടം പണിക്കാർ താമസിക്കുന്ന കെട്ടിടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് കിളികളുണ്ടായിരുന്നു, പിന്നെ മലയണ്ണാനും. നമ്മുടെ കൂട്ടത്തിലെ നെവിൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാണ്. അതുകൊണ്ട് ക്യാമറയിൽ ലെൻസൊക്കെ പിടിച്ചാണ് ആശൻ്റെ നടപ്പ്. പക്ഷേ ഇടതൂർന്ന മരമായതിനാൽ കിളികളെ സ്പോട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഫോട്ടോയൊക്കെ തന്നെ എത്ര നേരം കൊണ്ടാണ് ഇവരെടുക്കുന്നതെന്ന് നമുക്കറിയാലോ. ഇവിടെ ഇഷ്ടം പോലെ മലയെണ്ണാനുണ്ട്. ഒരുപാട് എണ്ണത്തിന് ഇപ്പം തന്നെ കണ്ട്. അങ്ങനെ തിരിച്ച് നമ്മൾ റിസോർട്ടിലെത്തി. ഇനിയാണ് നമ്മൾ കുളിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഈ തണുപ്പിൽ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന തണുത്ത വെള്ളത്തിലുള്ള കുളി, അതാണ് മോനെ അടുത്ത ഹൈലൈറ്റ്. കുളിക്കാൻ വരാൻ വിജീഷ് ഒഴികെ എല്ലാവരും ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന വഴി മുകളിലേക്ക് കുറച്ച് നടക്കാനുണ്ട്. പക്ഷെ വിജയും നെവിനും മാത്രം വന്നില്ല കേട്ടോ. കാരണം അവരവിടെ ഫോട്ടോ എടുത്ത് നിൽക്കണേണ്. തലേ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് കോമഡി അടിച്ച് നിൽക്കണേണ് എല്ലാവരും. എന്നാൽ പിന്നെ നമുക്ക് വിട്ടുകൊടുത്താലോ. നമ്മളിപ്പോൾ നീന്താൻ അറിയുന്ന അബിക്കുട്ടനെ വെള്ളത്തിലേക്ക് ഇറക്കണേണ്. സത്യം പറയാലോ, ആ വെള്ളത്തിൻ്റെ തുള്ളികൾ ഒന്ന് മേത്ത് വീഴുമ്പോൾ ഉണ്ടല്ലോ, ഐസ് പീസ് വന്ന് വീഴുന്ന പോലെ തോന്നുന്നു. അത്രക്ക് തണുപ്പാണ്. ഈ എലിക്സർ വുഡിൽ നിന്ന് വരുന്ന ആളുകളും ഈ വെള്ളച്ചാട്ടത്തിലൊന്ന് കുളിക്കണ്ട കേട്ടോ. കാരണം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് വരെ അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നുള്ള വഴി എടുക്കുന്നുണ്ട്. അവിടെ ഒരു ചെറിയ ഗാലറിയും പണിഞ്ഞിട്ടുണ്ട്. പണി തീർന്നിട്ടില്ല അതിൻ്റെ.
ഈ പകുതി പേര് ഇറങ്ങണില്ല കേട്ടോ തണുപ്പ് കണ്ടിട്ട്. ഈ ബിനു ഇറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. ഇത് കണ്ടപ്പോൾ ഇറങ്ങാനുള്ള മൂടും പോയി. ആദ്യം ഇറങ്ങിയിട്ട് ഞാൻ കയറി പറ്റാനുണ്ട്, പിന്നെ വീണ്ടും ഇറങ്ങി. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, വലിയ കുഴികളുണ്ട് ഇവിടെ. ഒരു 6 അടിയൊക്കെ ആഴമുള്ള കുഴി. ഈ വെള്ളം ഒഴുകി വന്ന് ചാടുന്നതിൻ്റെ അവിടെ തന്നെയാണ് ആ കുഴി ഉള്ളത് കേട്ടോ. അതെ, നമ്മളപ്പോൾ തിരിച്ച് റിസോർട്ടിലേക്ക് പോകണേട്ടോ. ഞങ്ങൾ നടന്ന് പകുതി എത്തിയപ്പോൾ അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്ന നെവിനും വിജയും കുളിക്കാൻ വേണ്ടി വന്നു. അടിപൊളി. അതിനിടയ്ക്ക് ബീച്ചിൻ്റെ പുതിയ മൗണ്ടൻ ഫോറസ്റ്റ് സ്റ്റൈൽ സ്റ്റെപ്പ് ഇത് പഠിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യണം. ആദ്യത്തെ 10 പേർക്ക് ഫ്രീ ആയിട്ട് ബീച്ചായിട്ടും തന്നെ ഇത് പഠിപ്പിച്ചു കൊടുക്കും. പിന്നെ ഉണ്ടേണ് താങ്ങ് വിജയ നെവിനെ തോണ്ടർ അബീന അട്ട വിടണം പറ്റില്ല കേട്ടോ. ഇതുണ്ടോ എങ്ങനെയുണ്ടായി കുളി? എങ്ങനെയുണ്ടായി എല്ലാവരുടെയും? അടിപൊളി കുളി, ഐസ് ബാത്ത്. കുളി എങ്ങനെയുണ്ടായി മച്ചപ്പി? കുളി എങ്ങനെയുണ്ടായി? അടിപൊളി കുളി. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യം ഫുഡ് അടിക്കണം. അപ്പോൾ ആ ചേട്ടൻ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തായാലും അവിടെ ചെന്ന് നോക്കാം പുള്ളി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്ന്. അപ്പോൾ അതെ നമ്മൾ എത്തിയിട്ടുണ്ട്. പുള്ളി പറഞ്ഞ പോലെ ഇഡ്ഡലിയും സാമ്പാറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിജീഷ് കുളിക്കാനൊന്നും വരാത്തതുകൊണ്ട് ആള് ഇപ്പോഴാണ് കയറി വരുന്നത്. ഇന്നലത്തെ ബാക്കി വന്ന ബീഫ് ഉണ്ടായല്ലോ, അത് ഞങ്ങൾ ചൂടാക്കി. പോരാത്തിന് ആ ചേട്ടൻ ചപ്പാത്തിയും കൂടി വെക്കുന്നുണ്ട്. സത്യം പറഞ്ഞാണ്ടല്ല, എല്ലാവർക്കും ആനയിൽ തിന്നാനുള്ള വിശപ്പുണ്ട്. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അടിപൊളി സാമ്പാറായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കൊച്ചു വർത്താനം ലോക കാര്യങ്ങളും തള്ളൊക്കെ പറഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചിരുന്നു. അവിടെ അനന്തും ഒറ്റക്ക് നിൽക്കണം. ഈ റിസോർട്ട് ഫ്രണ്ടിൽ നിന്ന് കാണുന്ന പോലെ കേട്ടോ. 12 മുറികളുണ്ട് ഇവിടെ. പോരാത്തിന് നല്ല ഡൈനിങ് ഏരിയ. ഈ ഫസ്റ്റ് ഫ്ലോറിലെ മുറികൾ ബാൽക്കണിയോടുകൂടി പണി തീരാറായി നിൽക്കണേന്ന്. പിന്നെ ഇവിടെ ഒരാളുള്ളൂ ഇതൊക്കെ നോക്കാൻ. സത്യത്തിൽ ഇത്രയും വലിയ റിസോർട്ട് പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അതൊക്കെ ഒരാളെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടാണ്. ചില പോരായ്മകളൊക്കെ ഉണ്ടായിട്ടോ. അതിൽ ഞങ്ങൾ ഇവിടെ നിൽക്കുന്ന ചേട്ടൻ മാത്രം കുറ്റം പറയില്ല, ഇതിൻ്റെ ഓണർമാർ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതൊക്കെ എല്ലാവരും ഇറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. മാങ്കുളം പോകണം. മാങ്കുളം നമ്മളെന്തായാലും ലക്ഷ്മി എസ്റ്റേറ്റ് ഒന്നുകൂടി കണ്ടിട്ടേ പോകുള്ളൂ. കാരണം ഫോട്ടോയൊന്നും ഇന്നലെ അധികം എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഹെവിന് ഇവിടുത്തെ ചേട്ടൻ ഫാഷൻ ഫ്രൂട്ട് പറിച്ചു കൊടുത്ത്. ഈ പുറമെ നല്ല പച്ചപ്പ് തോന്നുമെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു ടൈം. അപ്പോഴാണ് ബീച്ച് ചേട്ടനും അനന്തും സയാമീസ് ഇട്ടുള്ള പോലെ നിൽക്കുന്നുണ്ട്. ഈ അനന്തു എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞച്ഛൻ്റെ മോനാണ് കേട്ടോ. യാദൃശ്ചികമായ രണ്ടുപേരും ജാക്കറ്റ് ഇട്ടത് സെയിം ആയി പോയി. അതുകൊണ്ട് അവരുടെ ഫോട്ടോ എടുക്കണ എല്ലാവരും. ഈ ഡാൻസ് കളിക്കുന്ന എൻ്റെ സ്വന്തം അനിയനാണ്, പേര് വിജയ്. ഇനി ആകെ ഒരു ടെൻഷൻ തിരിച്ചുള്ള നടപ്പാണ്. നെവിന് ഒരുപാട് നേരം റിസോർട്ടുകാരൊക്കെ ആയിട്ട് സംസാരിച്ച് അങ്ങനെ അവർ റേറ്റൊക്കെ കുറച്ച്. അവർ പറഞ്ഞ സൗകര്യമൊന്നും നമുക്ക് ആരുമായിട്ട് ഇവിടെ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ നടക്കണം മുകളിലോട്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ വന്ന വഴി, ആ വഴിയാണ്ട് നമ്മളിപ്പോൾ നേരെ നടക്കാൻ പോകുന്നത്. എന്താ അല്ല ഫോണല്ലേ നമ്മുടെ താമസിച്ച സ്റ്റേ. റിസോർട്ട് ഒത്ത കാടിന്റെ നടുക്കാണ് കേട്ടോ. അതിന്റെ ഒരു വൈബ്, പ്രത്യേകിച്ച് രാത്രിയൊക്കെ, അതൊരു വേറെ ഫീൽ തന്നെയാണ്. അതിവിടെ വന്നാലേ മനസ്സിലാവുള്ളൂ. കുറച്ചുകൂടി നന്നായിട്ട് അവർ ശ്രദ്ധിച്ചാണ്ടല്ലോ, ഇത് കിഡിലൻ സ്പോട്ട് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കാണിച്ചു തരാം. ഈ മഞ്ഞുമ്മൽ ബോയ്സിലെ പോലെ വലിയ 2 പാറകളും അതിൻ്റെ നടുക്ക് വലിയൊരു കുഴിയും.
സത്യത്തിൽ രാത്രി വന്നപ്പോ ഞങ്ങളൊന്നും കണ്ടുപോലുമില്ല. ആ സിനിമയിലെ പോലെ തന്നെ ആ കുഴി ഗ്രില്ല് വെച്ച് അടച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുഴിയുണ്ട് കേട്ടോ. ഗുണാക്ക വേണ്ടിട്ടോ. നിങ്ങൾ മാത്രല്ല കൂളിരിക്കൽ ബോയ്സ്. കൂളിരിക്കൽ ഐശ്വര്യ ബോയ്സ്. അതെ മാമംഗലം ബോയ്സ്. എടപ്പള്ളി ബോയ്സ്. എടപ്പള്ളി ബോയ്സ്. പിന്നെ എൻ്റെ ക്യാമറ എന്ന് പറയുന്നത് അത്ര വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും അല്ല. പിന്നെ അത് ലാൻഡ്സ്കേപ്പുകളൊക്കെ എടുക്കാൻ പറ്റിയ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ അല്ല. എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പോലെ എടുത്ത്. ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഭംഗി മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ച്, കൂട്ടുകാരായിട്ടുള്ള രസകരമായ നിമിഷങ്ങൾ കൂടിയാണ്. അതുകൂടെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചത്. ഈ തങ്കലിവികളിൽ എഴുതി ചേർക്കട്ടെ. പാടാ 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 പാടാ. നമ്മളപ്പോ കുറെ നടന്ന് തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലത്തെത്തിയിട്ടുണ്ട്. അവന്മാരപ്പോ കാറെടുക്കാൻ പോയിട്ടുണ്ട്. ഈ സ്ഥലത്തൊക്കെ ഇന്നലെ രാത്രി നിറച്ചും വണ്ടിയായിരുന്നു. ഇപ്പൊ വണ്ടികളൊന്നുമില്ല. അപ്പൊ ഇവിടെ നിന്ന് എല്ലാവരും കൂടി ഫോട്ടോ എടുക്കാന്ന് വിചാരിച്ച് വലിയ മലയാണ്. ഒരു ഫോട്ടോ നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് ഈ ചേട്ടൻ എടുത്തു തരും. അങ്ങനെ ഫോട്ടോ ഒക്കെ എടുത്ത് വന്ന വഴി തന്നെ തിരിച്ച് ലക്ഷ്മി എസ്റ്റേറ്റിനോട് വിട പറയാനുള്ള ഒരുക്കത്തിലാണ് എല്ലാവരും. അപ്പോൾ എൻ്റെ പേര് അജിത് ദാസ് എന്നാണ്. ഞങ്ങളെല്ലാവരും ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സാണ്. എല്ലാവരുടെയും വീട് അടുത്തടുത്താണ്. ഈ ചെറുപ്പം തൊട്ടേ ഒരുമിച്ച് കളിച്ച് വളർന്ന് ഒരുമിച്ച് യാത്രകൾ അങ്ങനെ പോകുന്നു. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ട്രിപ്പ് ഓണാക്കാൻ ഞങ്ങൾ കുറേ നാളെടുത്തു. പ്രത്യേകിച്ച് 2024 തീരുന്നതിന് മുന്നേ പോകണമെന്ന് ആഗ്രഹമുണ്ടായി. എന്തായാലും അത് സാധിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരുമിച്ച് ഒരു ദിവസം കൂട്ടുകാരായി പോയി അവിടെ അടിച്ചു പൊളിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് വേറെ ഫീലാണ്. ഞങ്ങൾ 10-20 പേരുണ്ട് ഫ്രണ്ട്സായിട്ട്. കുറേ പേർക്കൊന്നും വരാൻ പറ്റിയില്ല. അതെന്തായാലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ഞങ്ങളെ സംബന്ധിച്ച് സ്പെഷ്യലാണ്. ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് മാത്രമായിരിക്കും കേട്ടോ. എന്നാലും ഞങ്ങളുടെ ഏറ്റവും വലിയ ആഘോഷം ന്യൂ ഇയർ പരിപാടിയാണ്. അതുകൂടി ഒരുമിച്ച് അടിച്ചു പൊളിക്കണം. അതും വീഡിയോ ആയി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. കഥ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല. നമ്മളിതേ സ്ഥലം എത്തി. എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ.